അപ്പോൾ സംഗതി ഇങ്ങനെയാണെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാന വാദം കേൾക്കാതെ പോകാനാവില്ലല്ലോ. അദ്ദേഹം ചില രേഖകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഓരോ സ്ഥാപനങ്ങളും മസാല ബോണ്ട് വാങ്ങിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന പലിശയാണ്. നമ്മൾ കൊടുക്കുന്ന പലിശയേക്കാൾ എത്രയോ കുറവാണ് ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫൈനാൻസ് കോർപ്പറേഷൻ 6.87%, യൂറോപ്യൻ ബാങ്ക് റീകൺസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് 6.125, ഇൻ്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷൻ 4.85. ഇങ്ങനെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും 6%, 4% ഉള്ള പലിശയ്ക്കാണ് ബോണ്ട് വിറ്റിട്ടുള്ളത്. ഇവിടെ മാത്രമാണ് 9.8% ഇവിടെ വിറ്റിരിക്കുന്നത്. പൂർണ്ണമായിട്ടും തെറ്റ്. ഓരോ ദിവസവും പലിശ നിരക്ക് മാറുമെന്ന്. പലിശ എങ്ങനെ തീരുമാനിക്കപ്പെടുന്നത്? നെഗോഷിയേറ്റ് ചെയ്തിട്ടല്ല പലിശ തീരുമാനിക്കപ്പെടുന്നത്. നമ്മൾ പറയും പരമാവധി ഇത്ര പലിശ, അത് കഴിഞ്ഞ് നമുക്ക് താല്പര്യമില്ല. അതിൽ ഏറ്റവും താഴ്ന്ന പലിശ കോട്ട് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നു ബോണ്ട്. വിൽക്കുന്നതും ക്ലിയറിംഗ് ഹൗസാണ്, അല്ലാതെ ഇവിടെ നിന്ന് ആരെങ്കിലും പോയിട്ട് ലേലം വിളിക്കുകയല്ല ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പലിശ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മസാല ബോണ്ടിനാണ്. അല്ലെന്ന് തെളിയിക്കട്ടെ അദ്ദേഹം. അതൊന്ന് പലിശ കൊടുക്കണം. നിങ്ങൾ ഒറ്റക്കാര്യം ആലോചിച്ചാൽ മതി. 5 വർഷം കഴിഞ്ഞാണ് ഇപ്പം ചെയ്യുന്ന പ്രവൃത്തി ചെയ്താൽ അതിൻ്റെ വരുന്ന ചിലവ് എത്രയായിരിക്കും? ഇന്നുള്ളതിൻ്റെ ഇരട്ടിയിലേറെ. അപ്പോൾ ഈ പലിശ കൊടുത്തിട്ട് ഇന്ന് ചെയ്യുന്നതാണോ ലാഭം? നാളെ 5 വർഷം കഴിഞ്ഞ് ചെയ്യുന്നത്. ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്, കേരള സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്, നമ്മളിങ്ങനെ 25 വർഷം കാത്തു നിൽക്കാതെ ഇപ്പം ചെയ്യുക. രണ്ടുണ്ട് ഗുണം. ഒന്ന്, ഇന്ന് ജീവിച്ചിരുന്നവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. 2, നാളെ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ അധിക ചെലവ് നമുക്ക് ഒഴിവാക്കാം. മസാല ബോണ്ട് ലോകത്തെമ്പാടുമുള്ള നിക്ഷേപകർക്ക് വാങ്ങാമെന്നിരിക്കെ കാനഡക്കാർ മാത്രം എങ്ങനെ ഇതറിഞ്ഞു? അതും മുഖ്യമന്ത്രിയുടെ കൂട്ടുപ്രതികളായ ലാവ്ലിൻ കമ്പനി എങ്ങനെ ഇതറിഞ്ഞു? പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ പ്രൈവറ്റ് ഇഷ്യൂ ആണെങ്കിൽ ഞങ്ങൾ പോയി ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒപ്പിടുന്നതാണ്. അങ്ങനത്തെ പ്ലേസ്മെൻ്റ് അല്ല. ആരുമായിട്ടും സർക്കാർ ചർച്ച ചെയ്യുന്നില്ല. ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുകയാണ്, അവരാണ് വിൽക്കുന്നത്. വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ നടപ്പെന്താണെന്ന് ചോദിച്ചാൽ, കേരള സർക്കാരിന് ഇന്ന ആൾ ഇത് മേടിച്ചു എന്ന് പറയാനുള്ള അവകാശമില്ല. ഇറ്റ്സ് എ ബ്രീച്ച് ഓഫ് പ്രിവിലേജ്. അവർക്ക് വേണമെങ്കിൽ അനൗൺസ് ചെയ്യാം, കേരള സർക്കാരിന് അവകാശമില്ല. അതാണ് എൻ്റെ ചട്ടമെന്ന്. ഇതിനകത്ത് കമ്മീഷൻ ഉണ്ടോ ഗവൺമെൻറ് വ്യക്തമാക്കണം. ഇത് ക്ലിയറിംഗ് ഹൗസും അവരും തമ്മിലുള്ള ഏർപ്പാടാണ്. അല്ലാതെ കേരള സർക്കാർ പോയിട്ട് ആരോടും കരാർ ഒപ്പുവെക്കുന്നില്ല. ഇതിൽ നമ്മളല്ല തീരുമാനിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പലിശ ആർക്ക് കമ്മീഷൻ കൊടുക്കുന്നത്. എന്ത് തൊട്ടാലും കമ്മീഷനെക്കുറിച്ചുള്ള ചിന്തിക്കുന്ന MP-മാർ, സ്ഥാനാർത്ഥികൾ കോഴിക്കോട് നിർത്തുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പരവേശം കണ്ടേക്കും. ഒരുപക്ഷെ ഇങ്ങനെ ഭരിച്ച ഭരണകാലത്ത് ഇങ്ങനെ കമ്മീഷൻ മേടിച്ച് നല്ല ശീലമുണ്ടാകും. പ്രതിപക്ഷ നേതാവ് അങ്ങയുടെ പേരത്തിനോട് പറയും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല ഈ കാര്യത്തിൽ. ബോണ്ട് ഇഷ്യൂ ഇല്ല. ഇനി എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങോട്ടല്ല കൊടുക്കേണ്ടത്. നിങ്ങൾ വന്ന് നിങ്ങളുടെ ബോണ്ട് മേടിക്കാൻ, അവർ ഇങ്ങോട്ട് കമ്മീഷൻ തരാൻ നിൽക്കുക. കൈക്കൂലി കൊടുക്കാൻ മിടുക്കന്മാരായ ലാവ്ലിൻ കമ്പനിയുമായി പിൻവാതിലിലൂടെ ഇടപാടുകൾ മുഴുവൻ നടത്തിയിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങൾ വികസന വിരോധികളായി മുഖ്യമന്ത്രി ചിത്രീകരിക്കുന്നത് തികച്ചും അന്യായമായ നടപടിയാണ്. ആരാണ് ലാവ്ലിനെ ആദ്യമായിട്ട് കുറ്റ്യാടി എക്സ്റ്റൻഷൻ പ്രൊജക്റ്റിനെ കൊണ്ടുവന്നത്? UDF അല്ലേ? പിന്നെ കാർത്തികേയൻ മന്ത്രിയായപ്പോഴല്ലേ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യിച്ചത്? പിണറായി വിജയൻ ആകെ ചെയ്തത് അവർ ഒപ്പുവെച്ചിട്ടുള്ള ഒരു പണി മുന്നോട്ട് പോയ കാര്യം അവസാനിപ്പിച്ചു. ബാക്കിയെല്ലാം എല്ലാ വൈദ്യുതി നിലയങ്ങളും ഇവർക്ക് കരാർ കൊടുത്തിരുന്നതാണ്. ആ കരാറുകൾ റദ്ദാക്കിയതല്ല, പിന്നെ എന്താ ചെയ്തത്? അതുകൊണ്ട് ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ നടത്തും, നാട്ടുകാരോട് ഇതൊക്കെ വർത്താനം പറഞ്ഞു, ഇതെല്ലാം തീർന്നു. അപ്പോൾ വീണ്ടും ഇതൊക്കെ പറഞ്ഞ് ലാവ്ലിന്നൊക്കെ പറഞ്ഞു വന്നാൽ ആരും ഇതൊന്നും വില വെക്കാൻ പോകും. ഐസക്കും റിച്ചാർഡ് ഫ്രാങ്കിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും, ഞാൻ അതിലേക്കൊന്നും എന്നെക്കൊണ്ട് എത്തിക്കരുതെന്ന് ഐസക്കിനോട് പറയാനുള്ളൂ എനിക്ക്.
ഇങ്ങനെയാണെങ്കിൽ ഇത് പൊളിമിക്സ് കേൾക്കുന്നില്ല, കേസ് കൈയൊഴിയുകയാണ്.